നമസ്തേ. പലപ്പോഴും ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കും. നമ്മൾ കരുതും അതിപ്പോൾ ഉടനെ ആവശ്യമുള്ളതല്ല, അത് പിന്നെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ്, അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമുക്കറിയാം ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യം നമ്മൾക്കില്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളിതിങ്ങനെ മാറ്റിവെക്കുന്നത്, പോസ്റ്റ്പോൺ ചെയ്യുന്നത്? അതിന് ഒന്നാമത്തെ കാര്യം, നമുക്കത് അറിയാം, അതൊരു അത്യാവശ്യമാണ്, എമർജൻസി ആണെന്ന് അറിയാം. പക്ഷെ അതിനകത്തൊരു അർജൻസി ഫീൽ ചെയ്യുന്നില്ല. ഉടനെ നമുക്ക് ആവശ്യമുള്ളതെന്ന് തോന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ കരുതും ഇവിടെ ധാരാളം ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എവിടെ നോക്കിയാലും ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽസുമാണ്. പിന്നെ അവർ നോക്കില്ലേ നമ്മുടെ കാര്യം? അല്ലെങ്കിൽ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിന് പൈസയുണ്ട്. അപ്പം പിന്നെ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത്? ഉടനെ ചെയ്യേണ്ട കാര്യം എന്താണുള്ളത് എന്നൊരു ചിന്ത കാണും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഈ ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസും ഒക്കെ വലിയ ജോലി ചെയ്യുന്നുണ്ട്, നമുക്ക് വലിയ സേവനങ്ങൾ തരുന്നുണ്ട്. പക്ഷെ അവരെല്ലാം നമ്മളൊരു രോഗമാവുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നു. രോഗം വരാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പ്രൈം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണം, ശരീരത്തിന്റെ സംരക്ഷണം, മനസ്സ് സമാധാനത്തോടെ സന്തോഷത്തോടെ വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്യുന്ന കാര്യങ്ങൾ ഇച്ചിരി എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഹാപ്പിയാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അത് എപ്പോൾ ചെയ്യണം? ഇപ്പം തന്നെ ചെയ്യണം. അത് മാറ്റിവെക്കരുത്. രോഗങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സമ്പത്തിനെ മാത്രമല്ല കൊണ്ടുവന്നത്, നമ്മുടെ സമയത്തിനെ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിനെ എഫിഷ്യൻസി കുറയും. പലപ്പോഴും ക്രോണിക് ആയിട്ടുള്ള ഡിസീസ്, ചില 85% ഡിസീസസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയിൽ നമ്മളായിട്ട് തന്നെ കൊണ്ടുവരുന്നതാണ്. അതിനൊക്കെ തന്നെ ലൈഫ് ലോങ്ങിലേക്ക് നമുക്കൊരു ബർഡൻ സൃഷ്ടിക്കാൻ പറ്റും. ജീവിതകാലം മുഴുവനത്തേക്കും അത് നമുക്കൊരു ബാധ്യതയും മാറും. ഇപ്പം എന്താ വേണ്ടത്? രോഗം വരാതെ സൂക്ഷിക്കുക. അതൊരു അർജന്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ടതല്ല. സോ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ സാധ്യതകളാണോ നിങ്ങളുടെ മുന്നിലുള്ളത്, അതെല്ലാം നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക, അതെല്ലാം സ്വീകരിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിപരമായ കാര്യമാണ്. സോ ഡു ഇറ്റ് നൗ. മാനസികമായി ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പിന്നത്തേക്ക് വെക്കേണ്ടതല്ല. ഡു ഇറ്റ് നൗ. ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു സമ്പ്രദായമാണ് യോഗ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിന് ഒത്തിരിയും ഗുണങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. അത് പിന്നെ ചെയ്യേണ്ടതല്ല. ഡു ഇറ്റ് നൗ. സോ ഡു യോഗ നൗ. ഇന്ന് ചെയ്യണം, ഇന്ന് തന്നെ ചെയ്യണം. അത് പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ ഇത് വലിയ എക്സ്പെൻസ് ഉള്ളതോ വലിയ ട്രെയിനേഴ്സിനെ കൊണ്ടുവരുന്നൊക്കെ ചെയ്ത പലതും നമ്മൾ കാണാറുണ്ട്. ധാരാളം ആളുകൾക്ക് ഇത് എത്താൻ വേണ്ടിയാണ് സൗജന്യമായിട്ട് ഒരു യോഗ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നത്. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുക. പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ക്ലിയർ? അതേപോലെ തന്നെ മെഡിറ്റേഷനും ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ അതിനോട് ഇച്ചിരി പ്രാധാന്യമുള്ളതാണ് മനസ്സിന്റെ ആരോഗ്യം. മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. യോഗ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള നിങ്ങളുടെ വെൽബീയിങ്, സൗഖ്യത്തിന് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു പ്രക്രിയയാണ്. അതിപ്പം ചെയ്യുക. ഡു ഇറ്റ് നൗ.